അന്നത്തെ ഹോട്ടൽ ബോയ് ഇന്ന് ഇന്ത്യൻ സിനിമയുടെ തലവര മാറ്റിയിരിക്കുകയാണ്. ആ ഒരു മനുഷ്യൻ ഉറങ്ങിയിട്ട് 3 വർഷമായി കാണും. 3 വർഷം ഈ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ രാവും പകലും ഈ മനുഷ്യന് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങേരെ അഭിനയിക്കണം, അങ്ങേരെ ഡയറക്റ്റ് ചെയ്യണം, പ്രൊഡക്ഷന്റെ ഒരു ഭാഗമാണ്, ആർട്ടിന്റെ ഭാഗമാണ്. പിന്നെ പകല് മുഴുവൻ കളരി പഠിക്കും, രാവിലെ തന്നെ ജിമ്മിൽ പോയിട്ട് ബോഡി ശരിയാക്കണം. ഇത് എല്ലാം കൂടി ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ പറ്റും? കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കേരാടി ഗ്രാമത്തിൽ ജനിച്ച പ്രശാന്ത് ഷെട്ടി എന്ന സാധാരണക്കാരനായ പയ്യൻ. ഒരു സിനിമയുടെ വിജയകഥ മാത്രം മതിയോ? ആ വിജയകഥയ്ക്ക് പിന്നിൽ വർഷങ്ങളായുള്ള കഷ്ടപ്പാടിന്റെയും കഠിനാധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും കഥകളുണ്ട്. സിനിമ കഥകളെയും വെല്ലുന്ന ജീവിത കഥയാണ് ഋഷഭ് ഷെട്ടിയുടേത്. എന്നും ഒരു സ്വപ്നം മാത്രം, സിനിമ. പഠിക്കാൻ മിടുക്കനായ പ്രശാന്ത് കുപ്പിവെള്ള കച്ചവടക്കാരനായും റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായും ഹോട്ടൽ തൊഴിലാളിയായും ജോലി ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോയി. പട്ടിണി കിടന്നപ്പോഴും സിനിമ എന്ന ലോകത്ത് എങ്ങനെ എത്തിപ്പെടും എന്ന വഴികൾ അദ്ദേഹം തിരയുന്നുണ്ടായിരുന്നു. അങ്ങനെ നാടകങ്ങളിൽ സജീവമായി. അവിടെ നിന്ന് പ്രശാന്ത് ഷെട്ടിക്ക് ഋഷഭ് ഷെട്ടിയിലേക്ക് എത്താൻ അധിക ദൂരം വേണ്ടി വന്നില്ല. ഈ നാടകാനുഭവങ്ങൾ അദ്ദേഹത്തിന് നടൻ എന്ന നിലയിൽ ഗുണം ചെയ്തു. ഉറക്കെ സംസാരിക്കുകയും അലറുകയും ചെയ്യുന്നവരാണ് യക്ഷഗാനത്തിലെ കഥാപാത്രങ്ങൾ. കാന്താരയിലെ ഗുളികന്റെ 8 ദിക്കും പൊട്ടുമാറുള്ള അലർച്ചയൊക്കെ ഋഷഭിന് രൂപപ്പെടുത്താൻ എളുപ്പമായിരുന്നു. ഋഷഭ് ഷെട്ടി കഥ പറഞ്ഞിട്ടും പലരും തള്ളിക്കളഞ്ഞ പ്രൊജക്റ്റായിരുന്നു കാന്താര. എന്നാൽ KGFന്റെ ഹോംബാല ഫിലിംസിന് ഋഷഭിന്റെ ഈ വ്യത്യസ്തമായൊരു കഥാപരിശ്രമം ഇഷ്ടമായി. അങ്ങനെയാണ് കാന്താര ഉണ്ടാകുന്നത്. ഇന്ത്യ മുഴുവൻ സിനിമ ഹിറ്റായി. ഒരു പിൻബലവുമില്ലാത്ത ഒരു പുറം നാട്ടുകാരനിൽ നിന്നും ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ കഥാകൃത്തുക്കളിൽ ഒരു അഭിനേതാവിലേക്ക്, ഒരു സംവിധായകനിലേക്ക് അദ്ദേഹം ഇന്ന് മാറി. നമ്മുടെ മണ്ണിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കഥകൾക്ക് ലോകത്തെ മുഴുവൻ സ്പർശിക്കാനുള്ള ശക്തിയുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. ആദ്യ 4 ദിവസം കൊണ്ട് മാത്രം കേരളത്തിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് 22.86 കോടിയാണ്. ഈ വർഷം കേരളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മറുഭാഷാ ചിത്രം എന്ന റെക്കോർഡും സ്വന്തമാവും.